ചെകുത്താൻ 10. ജഗൻ അവിടെ നിന്ന് പോയിട്ടും നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങാൻ പോലും ലച്ചുവിന് കഴിഞ്ഞില്ല. അവൾ വാതിൽക്കൽ തന്നെ നിലത്തിരുന്ന് മുട്ടുകളിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഉച്ചയായപ്പോഴേക്കും ലച്ചുവിനെ കൂട്ടാനായി രാധ ചേച്ചി എത്തി. എന്നാൽ ലച്ചുവിന്റെ അവസ്ഥ കണ്ടവർ ആകെ ഭയന്നു. എന്താ മോളെ, എന്തു പറ്റി? എന്ത് സംഭവിച്ചു? മോളെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവർ വെപ്രാളത്തോടെ അവൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ രാധയുടെ ചോദ്യങ്ങൾക്കൊന്നും അവളുടെ പക്കൽ മറുപടിയില്ല. അവർ എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ചേച്ചി, എനിക്ക് കുറച്ചു നേരം കിടക്കണം. ലച്ചു പറഞ്ഞത് കേട്ട് അവർ അവളെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മുറിയിലേക്കാക്കി. എന്നിട്ട് വേഗം തന്നെ അവർ നാണുവിന്റെ അരികിലേക്ക് പോയി. നാണു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൊച്ചിനെ ഇടയ്ക്കൊന്ന് പോയി നോക്കണമെന്ന്. കുഞ്ഞാകെ കരഞ്ഞു പേടിച്ചല്ലോ. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടേക്ക് ആരെങ്കിലും വന്നോ? അവർ വെപ്രാളത്തോടെ അയാളോട് ചോദിച്ചു. കുഞ്ഞ് പേടിച്ച് കരഞ്ഞോ? എന്തിന്? നീ ആ പയ്യനെങ്ങാനും കുഞ്ഞിനോട് മോശമായി വല്ലതും പറഞ്ഞോ? ഏതു പയ്യൻ? രാധ ചോദിച്ചു. നമ്മുടെ നാരായണന്റെ മോനില്ലേ, അവൻ വന്നിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതാണ്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു അയാൾക്ക് കൊച്ചിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എനിക്കും ഒരു വല്ലായിക തോന്നിയിരുന്നു. എങ്കിലും പിന്നെ അവരൊക്കെ ബന്ധുക്കളും കുടുംബക്കാരുമല്ലേ. നമ്മൾ എങ്ങനെയാ അവിടെ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ലച്ചുവിന്റെ സങ്കടത്തിന്റെയും ഭയത്തിന്റെയും കാരണം രാധയ്ക്ക് മനസ്സിലായി. ജഗൻ അവളെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. പെട്ടെന്ന് തന്നെ രാധ ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ എൻ്റെ മോളോട് വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞോ? സാരമില്ല മോളെ, പോട്ടെ. രാമനിങ്ങി വരട്ടെ. ഇന്ന് അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ലച്ചുവിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടൻ തന്നെ അവർ രാമനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ വല്ലാതെ ഞെട്ടി ആകെ തകർന്നു. രാധേ, ഞാൻ വേഗം വരാം. ഞാൻ വരുന്നത് വരെ നീ ലച്ചുവിന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം. ഞാൻ ഉണ്ടാകും സാറേ. സാർ ഇവിടെ എത്തിയതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകൂ. അവർ അയാൾക്ക് ഉറപ്പ് കൊടുത്തു. അല്പം വൈകി സന്ധ്യയോടെ തിരിച്ചു മടങ്ങാമെന്നാണ് രാമൻ തീരുമാനിച്ചത്. പക്ഷേ രാധ ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പിന്നെ അയാൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഉടനെ തന്നെ രാജീവിനെയും നന്ദനയുടെ അമ്മയെയും കണ്ട് യാത്ര ചോദിച്ച് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും ഏതാണ്ട് വൈകിട്ട് 5 മണിയോടടുത്തിരുന്നു. ലച്ചു ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എങ്കിൽ കൂടിയും രാധ നിർബന്ധിച്ച് കുറച്ച് കഞ്ഞി കുടിപ്പിച്ചു. രാമൻ ലച്ചുവിന്റെ മുറിയിൽ ചെന്നതും ലച്ചുവിന്റെ അടുത്തിരിക്കുകയായിരുന്ന രാധ എഴുന്നേറ്റ് മാറി നിന്നു. രാമനെ കണ്ടതും അവളുടെ നെഞ്ചിൽ നിന്ന് അറിയാതെ ഒരേങ്ങൽ ഉയർന്നു. നിറ കണ്ണുകളോടെ അവൾ രാമനെ നോക്കി. അവളുടെ ആ നോട്ടത്തിൽ നിന്നും ജഗൻ വന്നപ്പോൾ അവളോട് പറഞ്ഞ കാര്യം എന്തായിരിക്കുമെന്ന് രാമൻ ഊഹിച്ചു. അയാൾ പതിയെ അവൾക്കരികിലേക്ക് ചെന്നിരുന്നതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ രാമന്റെ നെഞ്ചിലേക്ക് വീണു. അയാൾ അവളോടൊന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. പതിയെ ആ മുടിയിഴകളിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. രാധേ, നീ വീട്ടിൽ പൊയ്ക്കോ. എന്തായാലും ഞാൻ എത്തിയല്ലോ. ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ, അയാൾ രാധയോടായി പറഞ്ഞു. ശരി സാറേ. പിന്നെ രാത്രിയിലേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ. മോളിങ്ങനെ ഇവിടെ വല്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കുറച്ച് കഞ്ഞിയുണ്ട്, അവർ പറഞ്ഞു. അത് മതി, രാധ പൊയ്ക്കോളൂ. ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ. ശരി സാറേ. പിന്നെ നാരായണനെ വിളിച്ച് ജഗൻ ഇവിടെ വന്ന് മോളെ പീഡിപ്പിച്ച കാര്യം പറയണം. ഇനി അവൻ ഈ പരിസരത്തെങ്ങാനും വന്നാൽ കാലു തല്ലി ഒടിക്കണം. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ രാധ അവിടുന്ന് പോയി. എന്താ മോളെ, എന്താണ് അവൻ പറഞ്ഞത്? എന്താ മോൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. എൻ്റെ മോൾക്ക് അച്ഛനില്ലേ? രാമൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അയാളുടെ വാക്കുകളൊന്നും തന്നെ അവൾ കേൾക്കുന്നില്ല. തന്റെ മകളുടെ അവസ്ഥ കണ്ട് രാമന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ പരീക്ഷ തീരുന്നതിൻ്റെ പിറ്റേന്ന് അയാളും മാമനും എന്നെ പെണ്ണ് ചോദിക്കാൻ വരും. വരുമ്പോൾ കല്യാണത്തിൻ്റെ ദിവസവും മുഹൂർത്തവും കുറിപ്പിച്ചു കൊണ്ടുവരും. മെയ് 6-നായിരിക്കും കല്യാണം. രാമന്റെ മുഖത്തേക്ക് നോക്കാതെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ആരുടെ കല്യാണം? നിന്റെ കല്യാണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കില്ല. അയാൾ ലച്ചുവിന്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പറ്റില്ല അച്ഛ, നമുക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അയാൾ ചതിയനാണ്. അയാൾ നമ്മളെ ചതിയിൽപ്പെടുത്തിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ വിവാഹം കഴിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ,
നീ എന്താ ഈ പറയുന്നത്? അവൻ എന്തു ചെയ്തെന്നാണ്? തെളിച്ചു പറ. രാമൻ അവളുടെ ശരീരം പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തൻ്റെ ഫോൺ എടുത്ത് രാമന് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ അയാളത് വേടിച്ചു. വാട്സപ്പ് വീഡിയോ ഓപ്പൺ ചെയ്തു. അത് കണ്ട് അയാളും ഞെട്ടി. മോളെ, ഞാൻ... കൂടുതലൊന്നും പറയാൻ കഴിയാതെ രാമൻ തളർന്നിരുന്നു പോയി. അച്ഛൻ്റെ സങ്കടവും വിഷമവും എല്ലാം അവളെയും നോവിച്ചു. തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അയാളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന്. പക്ഷേ ഈ വീഡിയോ അത് കാണുന്നവർ, അവർ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? വേണ്ട, ഈ വീഡിയോ ഇതാരും കാണരുത്. ഇതിനു വേണ്ടി അയാളെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. രാമൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലച്ചു പറഞ്ഞു. ഇല്ല മോളെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം ഞാൻ സമ്മതിക്കില്ല. നിന്റെ പഠിത്തം, നിന്റെ ഭാവി, അതെല്ലാം അവനെപ്പോലൊരു രാക്ഷസന്റെ കാൽച്ചുവട്ടിൽ നശിപ്പിക്കാനുള്ളതല്ല. അത്രയും പറഞ്ഞുകൊണ്ട് രാമൻ തൻ്റെ ഫോൺ എടുത്ത് നാരായണനെ വിളിച്ചു. മറുതലയ്ക്കൽ ഫോൺ അറ്റൻഡായതും രാമൻ പറഞ്ഞു തുടങ്ങി. നാരായണ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ മോളെ ഒരിക്കലും നിന്റെ മോന് ഞാൻ തരില്ല എന്ന്. എന്തൊക്കെ സംഭവിച്ചാലും, ഇതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും എൻ്റെ മോളെ നിന്റെ മോന് ഞാൻ തരില്ല. എടാ, ലച്ചുവിനെ നീ ചെറുപ്പത്തിലെ കാണുന്നതല്ലേ, നിന്റെ ദേവകിയുടെ ചോരയല്ലേ. എന്നിട്ടാണോടാ നിന്റെ മോനെപ്പോലൊരു രാക്ഷസന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ നീ ചോദിച്ചത്? അവൻ്റെ ഒപ്പം എൻ്റെ കുഞ്ഞിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോടാ? അവനെപ്പോലൊരു രാക്ഷസന്റെ കീഴിൽ കിടന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചു ജീവിക്കുന്നത് നിനക്ക് കാണണോ? അത്രയും ചോദിച്ചപ്പോഴേക്കും രാമൻ ആകെ തളർന്നു പോയിരുന്നു. മറുതലയ്ക്കൽ കുറച്ചു നേരത്തേക്ക് നിശബ്ദതയായിരുന്നു. ഒടുവിൽ രാമന്റെ കാതിലേക്ക് ആ ശബ്ദം എത്തി. ജഗനാണ്. നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം ചെയ്തിരിക്കും. അതും അവളുടെ സമ്മതത്തോടെ. നിങ്ങളും ഈ വിവാഹത്തിന് സമ്മതിക്കും. മറുതലയ്ക്കൽ ജഗനാണെന്ന് മനസ്സിലായതും രാമന്റെ മുഖം ദേഷ്യത്താൽ ചുമന്നു. ഇല്ലടാ, ഒരിക്കലുമില്ല. ഞാൻ ചത്താലും എൻ്റെ മകളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കില്ല. എൻ്റെ ഒരു വീഡിയോ കാണിച്ച് നീ എൻ്റെ മോളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കണ്ട. നീ അത് ആരെ വേണമെങ്കിലും കാണിച്ചോ, എവിടെ വേണമെങ്കിലും ഇട്ടോ. അതിൻ്റെ പേരിൽ ഒരിക്കലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. രാമൻ അതിയായ ദേഷ്യത്തോടെ ഫോണിൽ കൂടി അലറിക്കൊണ്ട് പറഞ്ഞു. മറുതലയ്ക്കൽ നിന്ന് പൊട്ടിച്ചിരിയാണ് രാമൻ കേട്ടത്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെന്ന്. മോളെ രക്ഷിക്കാനായി എത്ര നാണക്കേട് സഹിക്കാനും നിങ്ങൾ തയ്യാറാകുമെന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ ആ വീഡിയോ പുറം ലോകത്ത് ആരും കാണില്ല. വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ വിവാഹം നടക്കും. അതല്ല, മറിച്ചാണെങ്കിൽ ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒന്നുമല്ല പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ചേർത്ത് ആ വീഡിയോയിലെ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിക്കും. ഉറപ്പായും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ നിങ്ങൾ പുറം ലോകം കാണില്ല. ആരും ആശ്രയമില്ലാതെ നിങ്ങളുടെ മകൾ ആ തറവാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അവളെ സ്വന്തമാക്കാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവൻ പറഞ്ഞത് കേട്ട് രാമൻ ഞെട്ടി. അയാൾ ആകെ തളർന്നു. മറുപടി പറയാനായി വാക്കുകളൊന്നും കിട്ടാതെ അയാൾ തളർന്നിരുന്നു പോയി. അവളുടെ പരീക്ഷ തീരുന്നതിൻ്റെ പിറ്റേ ദിവസം മുഹൂർത്തവും കുറിച്ചുകൊണ്ട് പെണ്ണ് കാണാൻ ഞങ്ങളെത്തും. മെയ് 6 വിവാഹം. ഇതിനിടയിൽ ഈ വിവാഹത്തിൽ നിന്ന് മാറാനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പു തരാം, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അവളെ ഞാൻ ഉറപ്പായും എൻ്റെ ഭാര്യ ആക്കിയിരിക്കും. അത്രയും പറഞ്ഞ് മറുതലയ്ക്കൽ ഫോൺ കട്ടായി. ശരീരം തളർന്ന് രാമൻ നിലത്തേക്ക് ഇരുന്നു പോയി. തൻ്റെ അച്ഛൻ്റെ സങ്കടവും പരവേശവും കണ്ട ആ പെൺകുട്ടി ഓടിച്ചെന്ന് അരികിലായിരുന്നു. എനിക്ക് സമ്മതമാണ് അച്ഛാ, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അവൾ വീണ്ടും വീണ്ടും രാമനോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി രാമനോ ലക്ഷ്മിയോ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാത്രി മുഴുവൻ രാമൻ ആലോചനകളിൽ തന്നെയായിരുന്നു. തൻ്റെ മകളെ എങ്ങനെ ആ രാക്ഷസന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന ആലോചന. എന്നാൽ അതിനൊരു മാർഗവും കണ്ടെത്താൻ ആ പാവം പിതാവിന് കഴിഞ്ഞില്ല. ഒരു വേള ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും അയാൾ ചിന്തിച്ചു. തന്നെ പോലീസിൽ കൊടുക്കുമെന്നാണ് ലച്ചുവിനെ പറഞ്ഞ് പേടിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇല്ലാതായാൽ ആ ഭയം ഒഴിഞ്ഞു മാറില്ലേ? പക്ഷെ അങ്ങനെ ചെയ്താൽ എൻ്റെ കുട്ടി ഒറ്റയ്ക്കാകും. അപ്പോഴും അവനവളെ സ്വന്തമാക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയുടെ ഹൃദയം പിളർക്കുന്ന വേദന സഹിച്ചുകൊണ്ട് ആ രാത്രി അയാൾ കഴിച്ചുകൂട്ടി. നേരം പുലർന്ന് മുറിക്ക് പുറത്തേക്കിറങ്ങിയ ആൾ കാണുന്നത് കുളിച്ചൊരുങ്ങി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെയാണ്.
രാമന്റെ കരഞ്ഞ് വീർത്ത കൺപോളകളും ചുവന്ന മുഖവും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? അയാൾ എന്നെ കൊല്ലാനൊന്നുമല്ലല്ലോ കൊണ്ടുപോകുന്നത്. എന്നെ വിവാഹം കഴിക്കുകയല്ലേ. പിന്നെ മറ്റാരുമല്ലല്ലോ. ആ വീട്ടിലുള്ളത് എൻ്റെ അമ്മയുടെ സഹോദരനും ഭാര്യയുമല്ലേ. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകനല്ലേ. എനിക്ക് സന്തോഷം തന്നെയായിരിക്കും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കരുത്, കരയരുത്. ഒരു വിതുമ്പലോടെ അവൾ പറഞ്ഞു നിർത്തി. അയാൾ തൻ്റെ മകളെ കാണുകയായിരുന്നു. അവളുടെ സംസാരം കേൾക്കുകയായിരുന്നു. എത്ര പക്വതയോടെ അവൾ സംസാരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ കുഞ്ഞുമോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള പക്വതയാർന്ന ഒരു പെണ്ണായി മാറിയതുപോലെ അയാൾക്ക് തോന്നി. അല്ല, അവളുടെ അനുഭവങ്ങളല്ല, അവളുടെ അച്ഛനോടുള്ള സ്നേഹം, അച്ഛൻ വിഷമിക്കരുത് എന്ന അവളുടെ ആഗ്രഹം, അതാണ് അവളെക്കൊണ്ട് അങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത് എന്ന് അയാൾക്കറിയാം. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളും തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കരഞ്ഞു. ലച്ചുവിന് പരീക്ഷ തുടങ്ങി. മറ്റെല്ലാം മറന്ന് വാശിയോടെ അവൾ പഠിക്കുകയാണ്. കാരണം അവൾക്കറിയാം ഈ പരീക്ഷകൾ അവളുടെ ജീവിതത്തിലെ അവസാനത്തേതാണ് എന്ന്. ഇനിയും ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാൻ അവൾക്കൊരിക്കലും കഴിയില്ലെന്ന്. രാമൻ ലോങ് ലീവ് എടുത്ത് വീട്ടിൽ തന്നെയാണ്. അയാളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനോ സ്കൂളിൽ പോകാനോ ഒന്നും ശ്രമിക്കുന്നില്ല. തീർത്തും മൂകനായി മാറിയിരിക്കുന്നു. ലച്ചുവിൽ നിന്ന് അവളുടെ വിവാഹം ജഗനുമായി ചിലപ്പോൾ നടന്നേക്കും എന്ന കാര്യം രാധയും അറിഞ്ഞു. അവർക്കിക്കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ജഗൻ എന്തോ പറഞ്ഞ് ആ പാവം അച്ഛനെയും മകളെയും പേടിപ്പിച്ചു എന്നവർക്ക് മനസ്സിലായി. എന്തോ തക്കതായ കാരണം ഉണ്ടായിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ ഒരിക്കലും രാമനെ വിവാഹത്തിന് സമ്മതിക്കില്ല, അതവർക്കറിയാം. അവരും വല്ലാത്ത സങ്കടത്തിലായി. നന്ദനയെ കാണാനായി കിട്ടുന്നില്ല. അവളും അമ്മയും അച്ഛൻ്റെ ഓഫീസിനടുത്തുള്ള വീട്ടിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള ആശുപത്രിയിൽ ചെക്കപ്പിന് പോകേണ്ടതുകൊണ്ട് അവർ അച്ഛനൊപ്പം വാടക വീട്ടിൽ തന്നെയാണ്. ഫോൺ വിളിക്കുമ്പോഴെല്ലാം ലച്ചുവിൻ്റെ ശബ്ദത്തിലെ ഉത്സാഹക്കുറവും സങ്കടവും അവൾ തിരിച്ചറിഞ്ഞു. കാരണം അന്വേഷിച്ചു, പക്ഷേ ലച്ചു ഒന്നും പറഞ്ഞില്ല. പരീക്ഷാ ദിവസങ്ങളിൽ നന്ദനയെ അവളുടെ മാമൻ സ്കൂളിൽ കൊണ്ടാക്കും. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ലച്ചുവിൻ്റെ അവസാന പരീക്ഷയും കഴിഞ്ഞു. ലച്ചു, നീ എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിനക്കുണ്ട്. ഞാൻ കുറച്ചുനാൾ കൂടെ ഇല്ലാതെ ആയപ്പോഴേക്കും നീ എന്നിൽ നിന്ന് ഒരുപാട് അകന്നതുപോലെ. എന്തായാലും ഇന്നെനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. പക്ഷെ ഉറപ്പായും നാളെ ഞാൻ വരും. എനിക്ക് നിന്നെ കണ്ട് സംസാരിച്ചേ പറ്റൂ. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദന ലച്ചുവിൻ്റെ അരികിൽ നിന്ന് മാമൻ്റെ അടുത്തേക്ക് പോയി. വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന മകളുടെ ദുഃഖം നിറഞ്ഞ മുഖം അങ്ങേയറ്റം സങ്കടത്തോടെ രാമൻ നോക്കി. അവളും വല്ലാതെ തളർന്നിരുന്നു. അച്ഛനെ നോക്കി ചിരിക്കാനുള്ളൊരു മനസ്സ് അവൾക്കില്ലായിരുന്നു. അത്രയേറെ നാളെ എന്ന ദിവസത്തെ അവളും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അച്ഛനെ രക്ഷിക്കാനായി അവനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമ്പോഴും അവൾക്കറിയില്ല ആ രാക്ഷസനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന്. തുടരും.